ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയാബീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നമുക്ക് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുതിർത്ത് എടുത്തിട്ടുള്ള സോയാബീനാണ് കേട്ടോ. അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൽ ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെയായാലും ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമില്ല കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മുക്കിയൊന്ന് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമ്മളിതാ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. സോയാബീൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ കോരി വെക്കുന്നുണ്ട്. അധികം മൊരിഞ്ഞ് വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതാ ആ പാത്രത്തേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിൻ്റെ പുറംഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഒരു ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ലാസ്റ്റ് നമ്മളിതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ പാത്രം തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക കുറച്ച് ഒരു 2-3 ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 2 സവാള ചെറുതാക്കി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ 1 സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പച്ചമുളക് ഇടാത്തതുകൊണ്ട് തന്നെ 2 കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അര സ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിൻ്റെ പേസ്റ്റില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ആദ്യം ഒന്ന് വഴറ്റിയെടുത്തതുകൊണ്ട് തന്നെ അധികം നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല ലൂസായിട്ടുള്ളൊരു കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ടൈമിലൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ മൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ ഇല്ലേ അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം സോയാബീനിൽ മസാലയൊക്കെ പിടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ജീരകപ്പൊടി ലാസ്റ്റ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്കൊക്കെ. അപ്പോൾ നമ്മൾ വലിയ ജീരക പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. കുറച്ച് നേരം അങ്ങനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാതെ കുറച്ച് നേരം വെച്ചാൽ മതിയേ. അങ്ങനെ ഇതാ നമ്മുടെ സോയാബീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.